തമിഴ്നാട്ടിൽ കൊടൈക്കനാൽ അടുത്ത് ഒരു ക്ഷേത്രം, ബാലമുരുകന്റെ ക്ഷേത്രം ആണ്. ബാലമുരുകന്റെ സ്വഭാവത്തിന് ചില പ്രത്യേകതയുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിന് ചില പ്രത്യേകതകളുണ്ടല്ലോ. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം മിഠായിയായിരുന്നു. മിഠായിയേക്കാൾ വലിയ ഭ്രമം ഒന്നിനോടുമില്ല. മിഠായി കടിക്കുന്നില്ല. മിഠായി കിട്ടിയാൽ വായയിൽ ഒരു ഭാഗത്ത് വെക്കും. അപ്പൊ നേരിയ മധുരം വളരെ നേരം നിലനിൽക്കും. റെയിൽവേ ലൈനിലൂടെയാണ് കിഴായൂരിൽ നിന്ന് പട്ടാമ്പി അങ്ങാടിയിലേക്ക് നടന്നു പോവുക. 2 മിഠായി വേണ്ടി വരും. ഒരു മിഠായി പോക്കറ്റിൽ, ഒന്ന് വായലിടും. പകുതി ദൂരം വരുമ്പോൾ ഒരു സിഗ്നലിന്റെ അവിടെ എത്തുമ്പോൾ ഈ മിഠായി കഴിയും. 2ാമത്തെ മിഠായി ആകുമ്പോഴേക്കും അവിടെ എത്തിക്കഴിയും. ഈ ഭ്രമപ്പില്ലല്ലോ. ഇപ്പൊ മിഠായി തിന്നേയില്ല. ആരെങ്കിലും തന്നാൽ തന്നെ അവിടെ ഇടും. കുട്ടികൾക്ക് മിഠായി വലിയ ഇഷ്ടം ആണ്. അന്നത്തെ മിഠായിയേക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള, ശരീരത്തിന് ദോഷം ചെയ്യുന്ന ചോക്ലേറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. കൊടൈക്കനാലിനടുത്തുള്ള ബാലമുരുക ക്ഷേത്രത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. വിഷയം ചോക്ലേറ്റിലേക്ക് മാറിയിട്ടില്ല, അതായിട്ട് ബന്ധിപ്പിക്കുക അവസാനം. മിഠായി എന്നാ പറയാ, ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി വിലയുണ്ടെന്ന്. ഒരു പൊതിച്ചിലൊക്കെ ഉണ്ടാവും. 1 മുക്കാലെങ്കിലും കൊടുക്കേണ്ടി വരും. മറ്റേത് 1 മുക്കാലിന് 5 എണ്ണം കിട്ടും. 1 മുക്കാലത്തെ 4 മുക്കാൽ കൂടുമ്പോഴാണ് ഒരണ, 6 നയാ പൈസ ആവണമെങ്കിൽ. അപ്പൊ 1 മുക്കാലിന്റെ വില ആലോചിക്കണം. കുട്ടികൾ ആ ഭ്രമം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കണം. സാധനം വാങ്ങാനായിട്ട് വീടിന്റെ അടുത്തുള്ള ബാലേട്ടന്റെ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങാൻ ചെല്ലുമ്പോൾ സുഹൃത്തുക്കൾ വരും. അവരുടെ മക്കള് ഒരു 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ കൂടെ ഉണ്ടാവും. ഈ കുട്ടികൾ കൂടെ വന്നതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ, എന്നോട് സംസാരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് 250 തക്കാളി എടുക്കുമെന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഇവര് ഈ അച്ഛന്റെ ശരീരത്തിൽ മാന്തി 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 നിക്കടാ നിക്കടാ വാങ്ങാ വാങ്ങാ. അവരുടെ കണ്ണ് ചോക്ലേറ്റിലേക്കാണ്. ചോക്ലേറ്റിലേക്കാണ് അവരുടെ കണ്ണേ. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവസാനം എനക്ക് എന്താ വേണ്ട 2 ചോക്ലേറ്റ് കോളം അച്ഛൻ വാങ്ങിക്കൊടുക്കും. ഇപ്പൊ അച്ഛന്റെ ശ്രദ്ധ ഈ സാധനങ്ങളിലേക്കും ചിലപ്പോ എന്നോട് സംസാരിക്കുന്നതാണ്. കുട്ടികളുടെ മുഖമൊക്കെ ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അവരെ കുറ്റം പറഞ്ഞുകൂടാ. ഒരു കടക്കാരനെ എനിക്കിഷ്ടായി. മകനെ കുട്ടിയെ വന്നിട്ടുണ്ട്. മകൻ അങ്ങനെ നോക്കും. അച്ഛനെ മാതിരി കണ്ടപ്പോ 2 മിഠായി എടുത്ത് ആദ്യം മകനാൾ കൊടുത്തു. പീഡിയക്കാരൻ. ഓന്റെ ശല്യം കുറഞ്ഞു. ഇയാള് കുറച്ച് കൂടുതൽ സാധനം വാങ്ങി. ഇത് വാങ്ങണ്ടേ അത് വാങ്ങണ്ടേ എന്ന് ചോദിച്ചു. കച്ചവടം കിട്ടി. ആ പീഡിയക്കാരനോട് എനിക്കിഷ്ടായി. എന്നാൽ ഈ ബാലമുരുക ക്ഷേത്രത്തിന്റെ അടുത്തുള്ള വീട്ടിലൊരു സ്ത്രീ കല്യാണം കഴിഞ്ഞു, ഗർഭിണിയായില്ല. ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കല് അവർക്കൊരു വിനോദമാണല്ലോ. അതിനായി ചോദിക്കണത്. ഇപ്പൊ ഈ സ്ത്രീക്ക് മക്കൾ ഉണ്ടായാലും വേണ്ടില്ല, ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്ത് വേണം? അത് ചോദിക്കുമ്പോ ഈ സ്ത്രീക്ക് ഒരു വേദന ഉണ്ടാവും എന്നും വിചാരിച്ചിട്ട് ചിലപ്പോ അതൊരു സുഖം.
ഇല്ല, മക്കളായില്ല എന്ന് പറയുമ്പോ അയ്യോ അറിയാതെ ചോദിച്ചു പോയി കേട്ടോ, ക്ഷമിക്കണേ, സോറി കേട്ടോ. അത് കുറച്ചും കൂടി അത് വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ഈ സോറി കേട്ടോ പറയലൊക്കെ. ബാലമുരുകനെ പ്രാർത്ഥിച്ചു. ബാലമുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാമെന്നും പ്രാർത്ഥിച്ചു. തമിഴ്നാട്ടിലെ ഫേമസ് കഥ കേട്ടോ അത്. ആ നാട്ടുകാർക്കറിയാം. ഗർഭിണിയായി, പ്രസവിച്ചു. ഇപ്പൊ ബാലമുരുകൻ മിഠായി തിന്നാൻ വേണ്ടി വീട്ടിൽ വരില്ലല്ലോ. ഒരു പൊതി ചോക്ലേറ്റ് വാങ്ങി ആ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വിളിച്ചു വരുത്തി ചോക്ലേറ്റ് കൊടുത്തു. ഇനി ആരാണ്? ഗോപാലകൃഷ്ണൻ അവിടെ അവനെ കൂടി വിളിക്കും, അവന് ചോക്ലേറ്റ് കൊടുക്കാം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് കേട്ടോ. ആ കുട്ടികൾക്കൊക്കെ ഓടി വന്നു, ചോക്ലേറ്റ് കൊടുത്തു. ആശ്വാസത്തിൽ രാത്രി കിടന്നു. നോക്കുമ്പോണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. മാന്തല്. അമ്മ അമ്മ അമ്മ, എന്താ ചോക്ലേറ്റ് കിട്ടിയില്ല? നീ എവിടെയുള്ള? ഞാൻ എല്ലാവർക്കും കൊടുത്തല്ലോ. എന്താ പേര്? മുരുകൻ. എനിക്ക് ചോക്ലേറ്റ് തന്നില്ല. ബാലമുരുകനാണ് മാന്തണത് ചോക്ലേറ്റ് കിട്ടാന്. അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം നേരം വെച്ചായി. ധനികയായ സ്ത്രീയാണ്. കുറെ ചോക്ലേറ്റ് വാങ്ങി. ചോക്ലേറ്റ് വാങ്ങിയിട്ട് അന്ന് അമ്പലത്തിൽ ചെല്ലുക 4 ആള് 5 ആളൊക്കെ വരുള്ളൂ. 10 ആളൊന്നും ഉണ്ടാവില്ല. പിന്നല്ലേ പരുത്തല്ലേ, എല്ലാവരും കൂടി എല്ലാ അമ്പലത്തിലേക്കും പോക്കടിഞ്ഞു. അവിടെ ചെന്ന് പൂജാരി പറയാം, എവിടെയോ ബഹളായിരുന്നു ഇന്നലെ മുഴുവൻ. മുരുകൻ അവിടെ ബഹളം വെച്ചിരുന്നു. ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞു, എന്റെ നേർച്ച ഉണ്ടായിരുന്നു ചോക്ലേറ്റ് കൊടുക്കാൻ. അയ്യോ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടോ, ഞാൻ അങ്ങോട്ട് തരി. ആ ചോക്ലേറ്റ് വാങ്ങിയിട്ട് മുരുകന്റെ മുമ്പിൽ വെച്ചു. നട അടച്ചു. തൊഴുതു പോയിക്കോളൂ, അവിടെ ഇരുന്നോളട്ടെ, പയ്യൻ അവിടെ ഇരുന്ന് തിന്നട്ടെ. ബാലനാണ്. മുരുകനാണെങ്കിലും മുരുകൻ വ്യത്യാസമുണ്ട്. ശാസ്താവാണെങ്കിലും ബ്രഹ്മചാരിയായ ശാസ്താവിന് വ്യത്യാസമുണ്ട്. എന്തെങ്കിലുമൊക്കെ വായത്തോന്നി പറയരുത്. കുട്ടിയല്ലേ, ചോക്ലേറ്റ് തിന്നട്ടെ. പിറ്റേ ദിവസം മുതൽക്ക് പൂജിക്കാൻ ഓരോ വസ്തു കൊണ്ടു വെക്കുന്നതിന്റെ കൂടെ ചോക്ലേറ്റും കൊണ്ടു വെക്കും. ചോക്ലേറ്റ് മുരുകൻ എന്ന് ആണ് മുരുകനെ വിളിക്കുക. ഇത്രയും പറഞ്ഞിട്ട് എന്നോട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇതൊക്കെ മണ്ടത്തരല്ലേ ഈ കഥകള്? ഉത്തരം, ഇത്തരം കഥകളാണ് നമ്മുടെ ജീവിതത്തിനെ കളർഫുള്ളാക്കുന്നത്. വിരസമായൊരു ജീവിതം നമുക്ക് മതിയോ? ആരോടും മിണ്ടില്ല, ആരോടും ചിരിക്കില്ല, ഗൗരവമാണ് ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഗൗരവമാണ്. സങ്കീർണമായ ജീവിതമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇഞ്ചി കടിച്ച മാതിരി ഇരിക്കണത്. എന്റെ ബുദ്ധിയിൽ മുഴുവൻ യുക്തിയാണ്. ഇത്യാദി വർത്താനം പറയണ്ട. കൊച്ചു കൊച്ചു സെന്റിമെന്റ്സ്, കൊച്ചു കൊച്ചു കഥകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. ബാലമുരുകൻ കുട്ടിയാണ്. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ബാലമുരുകൻ ക്ഷേത്രത്തിലേക്ക് പോണവരുണ്ട്. ആ മുരുകന് ബാക്കി എല്ലാത്തിനെയും കൂടി ചോക്ലേറ്റ് വെക്കുമ്പോ ഇതിൽ യാതൊരു യുക്തിയും ഇല്ല. മുരുകൻ എന്നുള്ളത് ഈശ്വരൻ എന്നല്ല, ദേവത ആണ്. അതിപ്പോ ഈ പറഞ്ഞവർക്കൊന്നും അറിയണ്ടാവില്ലല്ലോ. ഈശ്വരന് ചോക്ലേറ്റ് കൊണ്ടിരിക്കുക ഇതല്ല. ആ കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്.
ഈ കഥ ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് ഈ കഥ ഇഷ്ടമായി. ഇത്തരം കഥകളല്ലേ നമ്മുടെ ജീവിതത്തിൽ ഭാവനകൾ ഉണ്ടാക്കുന്നു. അത് ചോദ്യമല്ലല്ലോ. മിഠായി ഇന്ന് അതിൻ്റെ എന്താ ചോക്ലേറ്റ് പോയി കടലാസ് മുരുകൻ അവിടെ ഇതൊക്കെ ആരെങ്കിലും ചോദിക്കൂ? കഥകള്, പല കഥകളും നിരുപദ്രവ കഥ. ഈ കഥ കൊണ്ട് യാതൊരു അബദ്ധവുമില്ല. ആരെയും കഥ ഉപദ്രവിക്കുന്നില്ല. എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറയാം. കേരളത്തിലെ പ്രമുഖമായ ദേവാലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കഥ ഉണ്ടാക്കും. കാരണം ഓരോരുത്തരും അവരുടെ അനുഭവം വെച്ചാണ് പറയുന്നത്. അവരുടെ അനുഭവത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. കഥകളില്ലാത്ത ലോകമെന്ന് പറഞ്ഞാല് കഥകളില്ലാത്ത മനുഷ്യനുണ്ട്. കഥ ഇല്ലാത്തവനാണ് വിവരമില്ലാത്തവന്. നമ്മുടെ ചുറ്റും അവർ കാണും. അവര് ചിരിക്കില്ല, അവര് തമാശ പറയില്ല. അവരോട് ഇങ്ങനെ ബാലമുരുകന്റെ ചോക്ലേറ്റ് വിമത്തെ പറ്റി കേൾക്കുമ്പോൾ മുഖത്തൊരു പുച്ഛം ഉണ്ടാവും. ഓ, അയാൾ കണ്ടുപിടിച്ച് ഇതൊക്കെ കള്ളമാണെന്ന് എന്നിട്ട് അരച്ച താടിയിലൊന്ന് തലോടും. കംപ്ലീറ്റ് ബുദ്ധിയാ. വീട്ടുകാർക്ക് കണ്ടുകൂടാ, നാട്ടുകാർക്ക് കണ്ടുകൂടാ. ഈ ചങ്ങായി പോയി കിട്ടിയിട്ട് വേണം മര്യാദക്കൊന്നും ജീവിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഭാര്യ ഇരിക്കുന്നത്. അവരുടെ ലോകത്ത് കഥകളില്ല. ഇത് തന്നെയാണ് കഥയുടെ യുക്തി. അവിടുത്തെ ദേവതയായുള്ള ബാലമുരുകന് ചോക്ലേറ്റ് ഇഷ്ടമാണ്. എനിക്ക് കഥ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണല്ലോ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. കഥ എഴുത്തുകാരനല്ലേ, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.